ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിന് അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശ്രവണത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനായ എലീഷ മരണത്തോടടുക്കുകയാണ്. അവൻ രോഗഗ്രസ്തനായി, വാർദ്ധക്യമായി. അപ്പോൾ ഇസ്രായേലിൻ്റെ രാജാവ് എലീഷയോട് വന്ന് ചോദിക്കുന്നു. അവൻ കരഞ്ഞുകൊണ്ട് എലീഷയുടെ മുമ്പിൽ നിൽക്കുകയാണ്. കാരണം ഇനി ഇസ്രായേലിനെ നയിക്കുവാൻ ആരുണ്ട് എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ട്. അവൻ പറഞ്ഞു, പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ സാരഥികളും രഥങ്ങളും. എലീഷ പറഞ്ഞു, നീ വില്ലെടുക്കുക, നീ അമ്പും വില്ലും എടുക്കുക, വില്ലെടുത്ത് നീ കുലയ്ക്കുക. അവൻ വില്ലെടുത്തു. അവൻ വില്ല് കുലച്ചു. അപ്പോൾ എലീഷയുടെ കരം രാജാവിൻ്റെ കരത്തിൻ്റെ മേൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, കിഴക്കോട്ടുള്ള കിളിവാതിലിലൂടെ വില്ല് കുലയ്ക്കുക. അപ്പോൾ എലീഷ പറഞ്ഞു, കർത്താവിൻ്റെ വിജയാസ്ത്രം. അവൻ അപ്രകാരം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ അമ്പെടുത്ത് നിലത്തടിക്കുക. അവൻ 3 പ്രാവശ്യം നിലത്തടിച്ചു. എലീഷ കോപിച്ചുകൊണ്ട് പറഞ്ഞു, നീ 5-6 പ്രാവശ്യം നിലത്തടിക്കേണ്ടതായിരുന്നില്ലേ? ഇനി നീ 3 പ്രാവശ്യമേ യുദ്ധത്തിൽ, സിറിയയുമായുള്ള യുദ്ധത്തിൽ വിജയിക്കുകയുള്ളൂ. അങ്ങനെ അവൻ സിറിയയുമായുള്ള യുദ്ധത്തിൽ 3 പ്രാവശ്യമേ അവന് വിജയിക്കുവാൻ സാധിച്ചുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, പ്രവാചകൻ്റെ ശബ്ദം കേട്ട് ജീവിക്കുന്ന, പ്രവാചകനെ അനുസരിക്കുന്ന രാജാവിനെ നമ്മൾ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം നയിക്കപ്പെടുന്ന വ്യക്തികളുടെ വാക്കുകൾ നമുക്ക് അനിഷ്ടമാണെങ്കിൽ തന്നെയും നമ്മളത് അനുസരിക്കുവാൻ തയ്യാറാകണം. അത് അധികാരികളിലൂടെ, മാതാപിതാക്കളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം മാത്രമേ വരുത്തുകയുള്ളൂ. ശ്രമിക്കുന്ന ഏവരുടെ മേലും പരിശുദ്ധന്മാരുടെ നിറവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.